ഏറെ ശ്രമകരമായിരുന്നു ദൗത്യം. പിഞ്ചു കുഞ്ഞുങ്ങളെ തോളിലെടുത്ത് രക്ഷാപ്രവർത്തകർ. ചെങ്കുത്തായ മലഞ്ചെരുവ്, മണ്ണും ചെളിയും മൂടിയ പ്രദേശം, ശക്തമായ കുത്തൊഴുക്ക്. വെല്ലുവിളികൾ ഏറെയുണ്ടായിരുന്നു. പ്രതീക്ഷ നശിച്ച് ഭയാശങ്കകളോടെ തണുത്തു വിറച്ച് ഒരു പകലും രാവും കഴിഞ്ഞവർ. കൊച്ചുകുട്ടികൾ മുതൽ വയോധികർ വരെ റിസോർട്ടിലുണ്ടായിരുന്നു. കേരള പോലീസും ഇന്ത്യൻ സൈന്യവും ഉൾപ്പെടെയുള്ള സംഘം ഓരോരുത്തരെയായി രക്ഷപ്പെടുത്തി. അതിസാഹസികമായ രക്ഷാദൗത്യം. ശ്വാസമടക്കി പിടിച്ചു കഴിഞ്ഞ നിമിഷങ്ങൾ ഒടുവിൽ ജീവിതത്തിലേക്ക്. ന്യൂസ് ഡെസ്ക് 24. ഈ ദൃശ്യങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് കണ്ട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ ആശ്വസിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങൾ. ബാക്കിയൊക്കെയും മരണത്തിൻ്റെ മരവിപ്പ് ബാധിച്ച ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. നമ്മൾ സമാനതകളില്ലാത്ത ഒരു ദുരന്തം 2018 പ്രളയത്തിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നമ്മളെ ഉലച്ചു കളയുന്ന, നമ്മളെ വല്ലാതെ ഇരുത്തി കളയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മളിന്ന് അതിജീവിക്കുമെന്നായിട്ട് ഒരു തർക്കമില്ല. പക്ഷേ ഇതിൻ്റെ വേദനകൾ, ടൈം ഹീൽ എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതുണ്ടാക്കുന്ന ട്രോമ എക്കാലത്തേക്കും നീണ്ടു നിൽക്കുന്ന ട്രോമയായിരിക്കും. നമ്മൾ പുത്തുമല ദുരന്തം കണ്ടവരാണ്, കവളപ്പാറ കണ്ടവരാണ്, പെട്ടിമുടി കണ്ടവരാണ്. അതിൻ്റെയൊക്കെ അന്നാളുകളൊക്കെ വേദനിച്ചവരാണ്. അതിൻ്റെ ഓർമ്മ ദിനങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഓഗസ്റ്റ് 5-നാണ് ഈ പുത്തുമല കവളപ്പാറ മേഖല ദുരന്തം ഉണ്ടാകുന്നത്. അതിൻ്റെ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഓർമ്മ ദിനത്തിൽ അതിൻ്റെ ഓർമ്മകൾ പോലും നമുക്ക് വേദനയായിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇരട്ടി വേദനയിൽ, അതിൻ്റെ ഇരട്ടി പ്രത്യാഘാതത്തിൽ അടുത്ത ഉരുൾ വരുന്നു. ഉരുൾപൊട്ടൽ നമ്മുടെ നാടിന് അങ്ങേയറ്റം ശീലമാകുന്നു. അത് ജീവനെടുക്കൽ ദൗർഭാഗ്യവശാൽ വല്ലാതെ ശീലം. ഇത് അവസാനത്തേതാകട്ടെ എന്ന് ആഗ്രഹിക്കാനേ കഴിയുകയുള്ളൂ. സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചെയ്യുന്നുണ്ട്. സുർജിത്ത്, നാളെ ബെയിലി പാലം ഏതാണ്ട് പൂർണ്ണമായി ഉച്ചയോടുകൂടി സെറ്റാകാൻ പോകുന്നു. ആ ബെയിലി പാലം കൂടി പൂർത്തിയായാൽ ഇപ്പോൾ ഇന്ന് പുഴ കടന്ന് അങ്ങോട്ടേക്ക് പോയ ഈ JCB എത്തിയതിന് ശേഷം ഈ മുണ്ടക്കൈ മേഖലയിൽ കൂടുതൽ റിക്കവറി സാധ്യമാകുന്നുണ്ടായിരുന്നു. കൂടുതൽ യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് പോയാൽ നാളെ കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യവശാൽ നമ്മൾ 256 എന്ന് പറയുന്ന കണക്ക് പിന്നെയും ഉയരാനാണ് സാധ്യത. പക്ഷേ അത് എന്തായാലും സംഭവിക്കണമല്ലോ. നാളെ കുറച്ചുകൂടി കാര്യക്ഷമതയോടെ ആ റിക്കവറി നടക്കുമെന്ന് കരുതാമോ സുർജിത്ത്? കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടാൻ സാധിക്കുമെന്നുള്ളത് തന്നെ. പക്ഷെ നാളെ വൈകിട്ടോടു കൂടി മാത്രമേ ഈ ബെയിലി പാലം യാഥാർത്ഥ്യമാവുകയുള്ളൂ. അതിന്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ മഴ, റെഡ് അലേർട്ടിന്റെ ഒരു പശ്ചാത്തലം കൂടി വയനാടിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് ആശങ്കാജനകമായ കാര്യം. ഇപ്പോഴും സൈനികരും അതോടൊപ്പം രക്ഷാപ്രവർത്തകരും ചേർന്ന് ബെയിലി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെങ്കിൽ നാളെ വൈകിട്ടോടുകൂടി സമയമെടുക്കും. ഒരുപക്ഷെ കനത്ത മഴ പെയ്താൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും. അത് ഈ മേഖലയെ ബാധിക്കും, രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും. ഈ പുഴ ഒന്നുകൂടി സജീവമായി ഒഴുകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴയിൽ തന്നെ ഈ താൽക്കാലികമായി സൈന്യം നിർമ്മിച്ച ആ പാലം അത് മുങ്ങിയിരുന്നു. അതേ തുടർന്ന് രക്ഷാപ്രവർത്തകർ ഏറെ നേരം മറുഭാഗത്ത് മുണ്ടക്കൈയിലേക്ക് പോയ രക്ഷാപ്രവർത്തകർ മടങ്ങി വരാൻ കഴിയാതെ ഈ പുഴയുടെ ഓരത്ത് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധി കൂടി ഈ ആളുകളെ സംബന്ധിച്ച്, അതായത് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ മഴപ്പെയ്ത്തുമായി ബന്ധപ്പെട്ട് മഴപ്പെയ്ത്ത് ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. ഇടവിട്ട് വളരെ ശക്തമായ രീതിയിലുള്ള മഴയാണ് ഈ വയനാടിന്റെ പല ഭാഗങ്ങളും പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ ചെമ്പ്രമല പുഷ്പ എസ്റ്റേറ്റിനകത്ത് ചെറിയ രീതിയിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഉയർന്ന പ്രദേശങ്ങളുള്ളവർക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മുകളിൽ താമസിക്കുന്ന ആളുകളെല്ലാം തന്നെ മാറി ക്യാമ്പുകളിലേക്ക് മാറണമെന്നുള്ള അടിയന്തര നിർദ്ദേശം ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. രാത്രിയിൽ മുണ്ടക്കൈ മേഖലയിലുള്ള രക്ഷാപ്രവർത്തനം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 ഹിറ്റാച്ചികൾ, അതായത് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ 3 അവിടേക്ക് അയക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മുണ്ടക്കൈ മേഖലയിൽ കുറച്ചുകൂടി സജീവമായ രക്ഷാപ്രവർത്തനം നടക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഈ യന്ത്രങ്ങൾ എത്തിച്ച സാഹചര്യത്തിൽ എല്ലായിടത്തും കയറാവുന്ന, അതായത് കയറ്റിറക്കങ്ങൾ കയറാവുന്ന, അതോടൊപ്പം തന്നെ ഈ വെള്ളം ഒഴുകുന്ന പ്രതലത്തിൽ അവിടെ പോലും ഇറങ്ങാവുന്ന വിധത്തിലുള്ള അത്തരത്തിലുള്ള യന്ത്രങ്ങളാണ്, മണ്ണുമാന്തി യന്ത്രങ്ങളാണ് അവിടേക്ക് പോയിട്ടുള്ളത്. ഏത് ടെറൈനിലും അതിന്റെ ജോലി ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള യന്ത്രങ്ങളാണ്. സ്വാഭാവികമായും അത് ഉപയോഗിച്ചുകൊണ്ട്
കുറെ കൂടി കാര്യക്ഷമമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും. ഈ മണ്ണിനടിയിൽ കുടുങ്ങിയ ആളുകൾ, അതോടൊപ്പം വീട് ഇടിഞ്ഞും മറ്റും കെട്ടിടങ്ങൾ തകർന്നും മറ്റും കുടുങ്ങിയ ആളുകൾ, അവരെയെല്ലാം പൂർണ്ണ തോതിലേക്ക് ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും കുറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം, അവരെയെല്ലാം പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരമൊരു ദൗത്യമാണ് നാളെ നടക്കുന്നത്. ഇന്ന് അലോസരപ്പെടുത്തുന്ന കാഴ്ചകൾ അനവധി ഉണ്ടായി. മുണ്ടക്കയിൽ ഇന്ന് രാവിലെ മുതലാണ് യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനം മുണ്ടക്കൈ ഭാഗത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അവിടേക്ക് പോയതിനു ശേഷം, രക്ഷാപ്രവർത്തകർ പോയതിനു ശേഷം അവരാലാവുന്ന വിധത്തിലുള്ള തെരച്ചിലെല്ലാം തന്നെ മൃതദേഹങ്ങൾ ഒന്നൊന്നായി രാവിലെ മുതൽ വരുന്ന കാഴ്ച, അതായത് ഈ പുഴയുടെ മറുകരയിൽ എത്തിച്ച ശേഷം അത് നേരെ കൊണ്ടുവരുന്ന സിപ്പ് ലൈനിലാണ്. സിപ്പ് ലൈനിൽ നേരെ തൂക്കിയിട്ട മൃതദേഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിഞ്ചു കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അങ്ങനെ മനുഷ്യർ ഇങ്ങനെ ഇവിടേക്ക് വരുന്ന ഒരു കാഴ്ച അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര ഭീതിതമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. സുജിത്ത്, ഈ ചെറിയ ശവപ്പെട്ടികൾക്ക് ഭാരം കൂടും എന്ന് പറയും മട്ടിൽ ഇന്നും കണ്ടെത്തി കുഞ്ഞുങ്ങളുടെ ശരീരങ്ങൾ. അത് കണ്ടു നിൽക്കുന്നവർക്കോ കേൾക്കുന്നവർക്കോ വാർത്ത പറയുന്നവർക്കോ വാർത്ത കേൾക്കുന്നവർക്കോ ഒന്നും താങ്ങാനാവുന്ന കാഴ്ചയല്ല സുജിത്ത്. അത് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരം. തീർച്ചയായും ഹാഷ്മി, വല്ലാത്ത ഭാരമുള്ള കാഴ്ചയാണ്. വല്ലാത്ത ഭാരം എന്ന് പറഞ്ഞാൽ അത് പറയാൻ ആകുന്നില്ല, അത്രമാത്രം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഞാൻ ഈ ഉരുൾപൊട്ടലിന്റെ തൊട്ട് തലേ ദിവസം ഞാനിവിടെ എത്തിയ ആളാണ്. ഇവിടെ എത്തിയ ആളാണ്. ആ പ്രദേശത്തേക്ക്, ഉരുൾപൊട്ടൽ ഉണ്ടായ ആ പ്രദേശത്തേക്ക് പോയ ആളാണ്. അതായത് അവിടെ നേരിയ 2019 ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ്. ഏതാനും വീടുകൾ തകരുന്ന അവസ്ഥയാണ് അന്നുണ്ടായത്. പക്ഷേ ആൾഹാനി ഒന്നും ഉണ്ടായില്ല. പക്ഷേ അവിടെ ഈ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടേക്ക് പോയത്. ആ നാടിന്റെ ഒരു അവസ്ഥ പകർത്താൻ വേണ്ടിയാണ് ഞാൻ ഇതിന്റെ തൊട്ട് തലേ ദിവസം പോയത്. ഇവിടെ നിന്ന് മടങ്ങിയത് വൈകിട്ട് ഒരു 5 മണിയോട് കൂടിയാണ്. അവിടെ ആ പരിസരത്തുള്ള ആളുകളൊക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവരുടെ ആശങ്ക, ഭയം അതെല്ലാം തന്നെ നമ്മളോട് പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ മനുഷ്യരെ കുറിച്ചൊന്നും ഒരു വിവരവുമില്ല എന്നുള്ളത് വല്ലാത്ത ദുഃഖം ഇപ്പോഴും മനസ്സിൽ അത്രമാത്രം പ്രയാസം ഉണ്ട്. അവരൊക്കെ എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ് അവരുടെ അവസ്ഥ? അവർ ക്യാമ്പിലുണ്ടോ? അതോ ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതം അവർക്ക് സംഭവിച്ചോ എന്നുൾപ്പെടെയുള്ള ആശങ്ക വ്യക്തിപരമായി എന്നെ അലട്ടുന്നുണ്ട്. എന്തായാലും ആ മനുഷ്യരുടെ മുഖം വീണ്ടും കാണുമെന്നുള്ള പ്രതീക്ഷയും ഉള്ളിലുണ്ട്. അത്തരത്തിലുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് പലരുടെയും ബന്ധുക്കൾ ഉറ്റവരെ കാണാനില്ലാതെ തിരയുന്ന ഒട്ടനവധി സന്ദേശങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രങ്ങളായി, അതുപോലെ തന്നെ ശബ്ദ സന്ദേശങ്ങളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഈ കാണാനില്ല, അന്വേഷിക്കണം, ക്യാമ്പുകളിലേക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞ്, ക്യാമ്പുകളിൽ ഒന്ന് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയാണ് വയനാടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. വിറങ്ങലിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വല്ലാത്തൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. മരണസംഖ്യ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 100 ആണെങ്കിൽ അത് ഇന്ന് 200 കടന്നു, 250 കടന്നു. അങ്ങനെ മരണസംഖ്യയുടെ തോത് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്ര വലിയൊരു ദുരന്തം, സമാനതകളില്ലാത്ത ദുരന്തം എന്ന് വിശേഷിപ്പിക്കേണ്ട ഒരു വയനാട്ടിലെ ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തം ഈ മേഖല മൊത്തം തുടച്ചു നീക്കപ്പെടുന്ന വിധത്തിലേക്ക്, ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുന്ന വിധത്തിലേക്ക് ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം, മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം ഇല്ലാതായി എന്നുള്ളതാണ് കാണുന്നത്. വളരെ സ്വച്ഛമായ അന്തരീക്ഷം ഉള്ള ഒരു പ്രദേശമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് കൃത്യം നഗരമാണ്. അത് ഇവിടുത്തെ ഈ ടൗൺ പ്രദേശമാണ്. ഇവിടെ ധാരാളം ചായക്കടകളുണ്ട്. അന്ന് ഇതിന്റെ തലേ ദിവസം വൈകിട്ട് ഈ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നിന്ന് ആ പാലത്തിന്റെ സമീപത്ത് നിന്നാണ് ഞാൻ ആളുകളുടെ പ്രതികരണം എടുത്തത്. അന്ന് ഇവിടെ ഉച്ചയ്ക്ക് ഒരു തലേദിവസം സുർജിത്ത് ഈ വെള്ളാർമല സ്കൂളിന്റെ പരിസരത്ത് പോയതാണ്. ആ വെള്ളാർമല സ്കൂളിന്റെ അസാധ്യമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്കൂളാണ് ആ സ്കൂളിലെ ദൃശ്യങ്ങൾ പകർത്തിയതാണ്. അവിടുത്തെ ആളുകളുടെ പുത്തുമല അടക്കമുള്ള അവരുടെ പേടിയോർമ്മകളിൽ ഈ കനത്ത മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ അസാധ്യമായ മഴ പെയ്ത്തായിരുന്നു. അവിടെ ഇന്ന് മുഖ്യമന്ത്രി അടക്കം പറയുന്നുണ്ട് ആ ദിവസങ്ങളിൽ പെയ്ത 572 mm മഴയുടെ കാര്യം. കുറേ അധികം ദിവസത്തേക്ക് പെയ്യേണ്ട മഴ ഏതാനും 2 ദിവസം കൊണ്ട് അവിടെ ആഞ്ഞു നിന്ന് പെയ്യലായിരുന്നു. അപ്പോൾ ആ മഴയുടെ പശ്ചാത്തലത്തിൽ പുത്തുമല അടക്കം ഓർത്തുകൊണ്ട് ഉരുൾപൊട്ടൽ പേടിയെക്കുറിച്ച് അവിടുത്തുകാർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ പോലും ആ നിമിഷം അവരും ആലോചിക്കുന്നത്, നമ്മളൊന്നും ആലോചിക്കുന്നില്ല. തൊട്ടുപിറ്റേന്നാൾ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുന്ന ഒരു മല പൊട്ടി ഇറങ്ങി വരാൻ പോകുന്ന ഇത്രയധികം ജീവനുകൾ കവരുന്ന ഒരു മാരക ഉരുൾപൊട്ടലാകുമെന്ന് ആരും കരുതുന്നില്ല. അത് സംഭവിച്ചു. അത് അങ്ങേയറ്റത്തെ വേദനയോടെ നമ്മൾ ഈ ദിവസങ്ങളിൽ വിറങ്ങലിക്കുക, സുർജിത്ത് വിറങ്ങലിക്കാൻ നമ്മൾ എപ്പോഴും ചിലപ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിനെ
അതിനെ വളച്ചുകെട്ടില്ലാതെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിറങ്ങലിക്കുക എന്ന വാക്ക് മൂർത്തീകരിച്ച് അവിടെ നിൽക്കുകയാണ്, അങ്ങനെ നിൽക്കുകയാണ്. വിറങ്ങലിക്കുക എന്ന വാക്കിൻ്റെ അക്ഷരാർത്ഥം അവിടെ അങ്ങനെ നിൽക്കുകയാണ്. 286 എന്ന കണക്കിലേക്ക് വൈകിട്ട് ഒരു 174, 175 നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് 256 വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തുന്നത്. നാളെ തിരച്ചിൽ തുടരുമ്പോൾ മുണ്ടക്കയിലെ കൂടുതൽ യന്ത്രങ്ങൾ എത്തി പരിശോധിക്കുമ്പോൾ എന്താകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം. ആ മണ്ണിനടിയിൽ, കെട്ടിടത്തിനടിയിൽ പ്രാണന്റെ ഒരു തുടുപ്പെങ്കിലും ഉണ്ടാവണേ എന്നത് മാത്രമാണ് ആഗ്രഹം. പക്ഷേ എത്രത്തോളം അത് സാധ്യമാകുമെന്ന് അറിയില്ല. ഇത് ഭൂകമ്പം പോലെയൊന്നുമല്ല. ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അത്രത്തോളം ഇപ്പോൾ ചാലിയാർ തീരത്ത് കണ്ടെടുത്ത മൃതദേഹങ്ങൾ കണ്ടാൽ അറിയാം. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് വിഷ്വലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് ഒരു നോക്കാൻ കഴിയും, അത് പ്രേക്ഷകരെ കാണിക്കാനും കഴിയാത്ത വിഷ്വലാണ്. അപ്പോൾ ഈ ഉരുളിൻ്റെ മാരകത്വം അത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് ആ ചിഹ്നഭിന്നമാക്കപ്പെട്ട ശരീരങ്ങൾ.